വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അത്ര ഹൈപ്പിലൊന്നും ചിന്തിക്കേണ്ട വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ മെയിനായിട്ട് സാധനം ഉണ്ട്, പക്ഷേ വേറൊരു സാധനം ഇതിൽ മിസ്സിങ് ആണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അതൊരു സിമ്പിൾ സാധനം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കാണാം. ഫസ്റ്റ് എനിക്ക് ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട്, ആ ബോക്സിലുള്ള സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് ആണത്, ഇതാണ് ഐറ്റം, ആദ്യത്തെ ഐറ്റമാണിത്. ഒരു ചെറിയൊരു പീസ് എന്തോ തടീൻ്റെ എന്തോ പീസ് ഞാൻ സ്കെയിലിന് പകരം യൂസ് ചെയ്താൽ മെയിൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിലെല്ലാം എടുത്തിട്ട് വരയ്ക്കും. ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കയറ്റി വയ്ക്കും. സ്കൂളിൽ പോകുന്നതിൻ്റെ സ്കെയിൽ കാണത്തില്ല, അവസാനം സ്കെയിലില്ലാണ്ട അവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ സ്കെയിലിന് വേണ്ടി ഇപ്പോൾ ഇതായി യൂസ് ചെയ്യാറ്. മെഷർമെൻറ്റിന് വേണ്ടി മാത്രമായിരിക്കും സ്കെയിലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറ്. മെഷർമെൻറ്റ് അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാനേ ഉള്ളൂ, അതുകൊണ്ട് ഇതാണ് എടുക്കാറ്. പിന്നെ എല്ലാവരും ഉള്ളതുപോലെ തന്നെ ഒരു കുഞ്ഞി ഗ്ലൂ ഉണ്ട്. വലുത് വാങ്ങിക്കുമ്പോൾ വലുത് എടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളത് വലുത് തീർന്ന്, സോ ഇപ്പം കുഞ്ഞു തരാൻ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. പിന്നെ എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെയിലും ഉള്ള കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഇതേപോലെ ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പ്. ഈ ഒരു സെല്ലോ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഏറ്റവും പാട്. ഞാൻ ചെയ്യാറുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ ഇത് ഈ അറ്റത്തും ഇങ്ങനെ മടക്കി അപ്പോൾ ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ഞാൻ കണ്ടോ ഇവിടെ എല്ലാം ഒരേപോലെ ഇവിടെ ഒരു ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ അറ്റം പഠിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കൽ. പിന്നെ ഉള്ളത് ഒരു കോമ്പസ് ഉണ്ട്. കോമ്പസ് കോമൺ യൂസിന് തന്നെ സർക്കിളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വേറൊരു കോമ്പസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കോമ്പസ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് കുഴപ്പമില്ല, സാധാരണ കോമ്പസ്. ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അടുത്തത് ഇത് ബ്ലേഡാണ് കേട്ടോ. ഇതും എല്ലാവരുടെയിലും ഉണ്ടാവും. ഇതൊക്കെ യൂസ് ചെയ്യാണ്ട് ഞാൻ ഇതെല്ലാം മുറിച്ചു. ഈ ഫോം ബോർഡ് മുറിക്കാൻ ബ്ലേഡും കൊണ്ടേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ബ്ലേഡ് കൊണ്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് എനിക്ക് ഈ ടിപ്പ് പറഞ്ഞത് കടൽ ക്ലൗഡാണ് ഗൈസ്. ഞാൻ കടൽ ക്ലൗഡിൻ്റെ ചാനൽ നോക്കി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് മാത്രമാണ്. വേറെ ഒന്നും ഞാൻ കടൽ ക്ലൗഡിൻ്റെ ചാനൽ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് മാത്രമാണ് ഞാൻ നോക്കി ചെയ്തത്. അത് ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇത് ഞാൻ കടൽ ക്ലൗഡിൽ നോക്കിയതാണ്. വേറെ ഒന്നും ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ പോൾട്ടപ്പം ഡെയിലി വ്ലോഗായിരുന്നു വിൻ ചെയ്തത്. ഓക്കെ, ഇവനുണ്ട്. ഓക്കെ, ഇവൻ കോമൺ ആയിട്ട് എപ്പോഴും എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ എല്ലാവരുടെയും തുടക്കം ക്രാഫ്റ്റിൻ്റെയൊക്കെ തുടക്കം കുറച്ച് രാജാവ് സിസേഴ്സ്, ഒരു സ്മോൾ സിസേഴ്സ്. ഇത്രയും നേരം നമ്മളത് ഈ ഒരു ബോക്സിലുള്ള സാധനങ്ങളായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള വേറൊരു സാധനം ചെയ്യും. ഇത് ഈ ബോക്സ് എന്ന് പറയുന്നത് സ്കെച്ചും കളർ പെൻസിൽസും ഉള്ളൊരു ബോക്സാണ്. കണ്ടോ, സ്കെച്ചും ഉണ്ട് കളർ പെൻസിൽസും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പെയിൻറ് യൂസ് ചെയ്യാറ്. പെയിൻറ് ആയിരുന്നു പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട്. അത് ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ അത് സ്കെച്ചും കളർ പെൻസിൽസും ഉള്ളു. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ഇവനാണ്. എന്ന് പറയുന്നത് നമ്മുടെ ക്യാമൽ സ്റ്റുഡൻസ് ഓയിൽ കളറാണ്. ഇത് 12 ഷെയ്ഡ്സ് വരുന്നതാ ഓയിൽ പെയിന്റ്. ഓക്കെ, ഇത് തന്നെയുള്ളൂ. പിന്നെയാണ് നമ്മുടെ ഇവന്മാരുടെയൊക്കെ അവസാന ഗുരുവായിട്ടുള്ള ഫോം ബോർഡിന്റെ വരവ്. ഇതിപ്പോ വെട്ടി തുരുത്തി ഇങ്ങനെ കുറച്ച് വെട്ടും കുത്തൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ ഓരോന്നും ഇങ്ങനെ വെച്ച് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഇതാണ്ട് ഈ ചന്ദ്രൻ വെട്ടിയെടുത്തതിൻ്റെ അവശിഷ്ടങ്ങൾ ആണ് ഇതെല്ലാം. ചന്ദ്രനെ വെട്ടിയെടുത്തു.
ഇനി ഇത് ഈ വട്ടമാണ് നമ്മുടെ ഈ വട്ടം. പിന്നെ ഇത് ഈ ഒരു സി പോലത്തെ സാധനമാണ് നമ്മുടെ ഈ സാധനം. പിന്നെ റെയിൻബോ ഞാൻ ഇവിടുന്ന് വെട്ടിയെടുത്തത്, എനിക്കൊരു ബോധവും ഓർമ്മയൊന്നും ഇല്ല. റെയിൻബോ ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് കേണ്ട വെട്ടിയെടുത്തത്. ഓക്കെ, അപ്പം ഇനി ബാക്കി ഇത്രയും ബോർഡുകളുണ്ട്. തീർച്ചയായും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ മിസ്സിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബ്രഷ് പെന്നായിരുന്നു. അത് ഞാൻ ഇന്ന് ആർട്ട് പീരീഡ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഞാൻ സ്കൂളിലിട്ടിട്ട് മറന്നുപോയി. അവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് തിങ്കളാഴ്ച പോലെ എൻ്റെ ബ്രഷ് പെൻ കുഞ്ഞിനെ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, എല്ലാവരും നല്ലോണം ലൈക്കൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നും ആരും മറക്കരുത്. പ്ലീസ്. ബൈ.